നമ്മൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. ഞാൻ തറവാട്ടിൽ അമ്മേൻ്റെ അടുത്താണ് ഉണ്ടായിനി. ഇതെൻ്റെ തറവാട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ തറവാട്ടിൽ നിന്ന് ഞാൻ നേരെ ബസ്സും പിടിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോയിന്ന്. അയ്യോ ബോർഡ് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ തളിപ്പറമ്പിലേക്ക്. ഇതെൻ്റെ വെള്ളിക്കിപ്പുഴ. നേരത്തെ വീഡിയോയിൽ ഞാൻ കുറച്ചെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യും വീഡിയോ എടുക്കാനെല്ലാം കുറച്ച് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. പോകെ പോകെ നമുക്ക് അടിപൊളിയാക്കാം. ഇത് തളിപ്പറമ്പിലേക്ക് പോകുന്ന റൂട്ടാണ് വെള്ളിക്കിന്ന്. നല്ല അടിപൊളി സ്ഥലമാണ്. എൻ്റെ സ്ഥലമായതുകൊണ്ട് പറയുന്നല്ല, സൂപ്പറാണ്. അങ്ങനെ ഞാൻ നേരെ പോയത് എൻ്റെ തളിപ്പറമ്പ് അപ്പൻ്റെ അടുത്തേക്കാണ്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം എല്ലാവർക്കും അറിയും, ഫേമസ് തന്നെയാണ്. അപ്പോൾ കൂടെ ആരാ? എൻ്റെ ഫ്രണ്ട്സ്, മക്കള്, പിന്നെ ശുണ്ടുമണി. ശുണ്ടുമണീൻ്റെ ശരിക്കുള്ള പേര് ഐറിൻ ആദർശ് എന്നാണ്. ആമീന്നാ വിളിക്കണ്ടേ. നമ്മളെല്ലാം നമുക്ക് തോന്നിയ പോലെ ഓരോ പേര് വിളിക്കും. മോക്കെന്നെ കൺഫ്യൂഷനാണ്. പിന്നെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ മക്കൾ കുറേ മക്കളുണ്ടെന്ന്. അതിലൊരു മോളെ ഒന്ന് കണ്ടു. ഇതാ അടുത്ത മോളാണ് ആ വയലറ്റ് ടോപ്പിട്ട് പോകുന്നത്. അപ്പോൾ തൊഴുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പ്രദർശനം വെക്കുമ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. ജൂൺ മാസമാണ്, ജൂലൈ മഴക്കാലമാണ്. പക്ഷെ നല്ല വെയിലാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പ്രസാദത്തിന് ക്യൂ നിൽക്കുമ്പോൾ നല്ലൊരു മഴ പെയ്തു. അടിപൊളി നല്ല രസമായിട്ടൊരു മഴ പെയ്തു. വെയിലും മഴയും. കുറുക്കൻ്റെ കല്യാണം എന്ന് പറയും നമ്മൾ കണ്ണൂർ. അപ്പോൾ ആ മഴയത്ത് ഭഗവാന്റെ ചൂട് ചോറും പരിപ്പും രസവും അച്ചാറും കൂട്ടി നല്ലൊരു പ്രസാദം കഴിച്ചു. സൂപ്പർ. പിന്നെ ഇത് നമ്മളെ ഭഗവാന്റെ വെങ്കല പ്രതിമയാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറേ ആയി. എൻ്റെ ചുറ്റും നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. മോള് നല്ല അടിപൊളിയായിട്ട് അവിടെ കുറേ കളിച്ചു. സന്തോഷമായിട്ട് കളിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് പർച്ചേസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.